അങ്ങനെ ഒരു വലിയ ടാസ്ക്, ശരിക്കും പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരുന്നില്ല. ആ ഒരു അവസരത്തിൽ അതൊരു വലിയ ടാസ്ക് ആയിട്ട് ഷാനവാസിനും അനീഷിനും ഫീൽ ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം പുറത്ത് ഫാമിലിയൊക്കെ വന്നിരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ, അതായിരുന്നു. പക്ഷേ ഷാനവാസ് പെട്ടെന്ന് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയി. അനീഷ് അവിടെ ഒറ്റയ്ക്കായപ്പോഴേ എനിക്കറിയായിരുന്നു ഇനി അങ്ങോട്ടൊരു ചെറിയ കടമ്പയേ ഉള്ളൂ എങ്കിൽ കൂടിയും അനീഷിനത് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഊഹിച്ച കണക്ക് തന്നെ സംഭവിച്ചു. അതായത് ആ ഒരു ഫോട്ടോ പോലും ശരിക്കും ക്ലിയർ ചെയ്തില്ല. പിന്നെ അവസാനം അത് ബിഗ് ബോസ് കണ്ടില്ലെന്ന് നടിച്ചതാണ്. അതായത് അമ്മയുടെ ആ ഒരു ഫോട്ടോ താഴോട്ട് വരണമായിരുന്നു, താഴത്തെ ഒരു കട്ട ആ ഒരു കംപ്ലീറ്റ് ലെയർ മുകളിൽ പോകേണ്ട സാധനം എന്തോ ആണ്. പക്ഷേ എന്നിട്ടും അനീഷ് അടുത്ത ഒരു ലെവലിലേക്ക് പോവുകയാണ്. അന്നേരം ഒരു സ്കെയിലിനകത്ത് കുറെ ഡൈസ് അടുക്കി വെച്ചിട്ട് ആ ഡൈസ് കൈ കൊണ്ട് തൊടാതെ മുമ്പിരിക്കുന്ന ആ ബൗള് വരെ നടന്നുപോയി ആ ബൗളിലേക്ക് ഇടുന്നതായിരുന്നു ടാസ്ക്. അത് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ അത് ഈസി ആയിട്ട് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തിട്ട് ഷാനവാസ് പെട്ടെന്ന് പോകുന്നുണ്ട്. പക്ഷേ അനീഷ് ആ ഒരു ടാസ്ക് തന്നെ കംപ്ലീറ്റ്ലി അതൊരു കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. ശരിക്കും ബിഗ് ബോസ് ആ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു 4-5 തവണ, ഒരു 6-7 തവണയെങ്കിലും അനീഷിന് ആ പറയുന്ന ഡൈസ് താഴെ വീണു. അവസാനം വരെ എത്തിച്ചപ്പോൾ അനീഷ് എന്ത് ചെയ്തെന്നറിയോ, ബൗളിലേക്ക് കൈ കൊണ്ട് ഈ ഡൈസ് എടുത്തു വെക്കുന്ന അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അനീഷ് അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് വീണ്ടും ഭയങ്കര പേടിച്ച് സ്റ്റാമർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പോയി അത് എടുത്തുകൊണ്ട് വരാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അനീഷ് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു വിധം. അപ്പൊ ഇതേ സമയം ഇവര് ഇത് ചെയ്യുന്നത്, അനീഷ് ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് അമ്മയും അബീഷും ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും നെവിന്റെ ഒക്കെ ഫേസ് ഒക്കെ അങ്ങ് മാറി. എല്ലാവരും ഭയങ്കരമായിട്ട് അയ്യോ അനീഷ് ഏട്ടന് എന്താ പറ്റിയത്, ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. അപ്പൊ നൂറയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഈ ടാസ്ക് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പൊ അമ്മ പറയുന്നുണ്ട് അവൻ അറിയില്ലല്ലോ, നമ്മളിവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലല്ലോ എന്നിങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പൊ നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളിവിടെ വന്നത് അവർക്ക് അതിലൂടെ കാണാൻ പറ്റും, അപ്പൊ അവരിത് കണ്ടിട്ടുണ്ട്, അനീഷ് ഏട്ടൻ അത് കണ്ടിട്ടാണ് ഈ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മയ്ക്കും ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ അമ്മയുടെ മുഖത്തും അറിയാൻ പറ്റുന്നുണ്ട്. അബീഷും ഭയങ്കരമായിട്ട് ഇതെന്താ ചേട്ടൻ തെറ്റിക്കുന്നതെന്നുള്ളൊരു ഫീല് അബീഷിന്റെ മുഖത്തും ഉണ്ടായിരുന്നു. കാരണം ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സൈറ്റ്മെന്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആണല്ലോ. കാരണം ബിഗ് ബോസ് ഹൗസിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ എന്തായാലും ഇവർക്കും ഉണ്ടാകും. അപ്പൊ ആ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ അനീഷ് അവിടെ എന്താ പറയാ, എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് ഒന്ന് പോയാൽ മതി എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ട് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അനീഷ് സമയം പോയിക്കൊണ്ടിരിക്കുന്നു, സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു, വേഗം പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അനീഷ് ബിഗ് ബോസ് എനിക്കിതെന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല, ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ഇതങ്ങ് ചെയ്തോളാം, ഞാൻ കറക്റ്റായിട്ട് അടുത്തതിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം, ബിഗ് ബോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നു, നമ്മൾ പരീക്ഷയ്ക്ക് അവസാനത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ആ ഒരു ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി കാണുമല്ലോ, മീൻസ് ഇൻവിജിലേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കാണുമല്ലോ, അവരിങ്ങനെ ഇനി 10 മിനിറ്റേ ഉള്ളേ, ഇനി 5 മിനിറ്റേ ഉള്ളേ, ഇത് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ, ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ആലോചിച്ച് ഇപ്പൊ എഴുതാൻ പോയ സംഭവം മറന്നുപോയി എന്ന് പറയാം. അതേ അവസ്ഥയിൽ ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരിക്കും, ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അനീഷ് അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവാണ്. അങ്ങനെ അവസാനം ഒടുക്കം ഈ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പുറത്തു പോയി അനീഷിന് ഇനി പോയി വീട്ടുകാരെ കാണാം എന്ന് പറയുമ്പോൾ അനീഷ് തളർന്ന് വീഴുകയാണ്. അവിടം വരെ ആ ഒരു ഗെയിം സ്പിരിറ്റ്, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അന്നേരം സത്യം പറഞ്ഞാൽ അനീഷേ ഒന്ന് എഴുന്നേറ്റ് പോ എന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് പാവം ആ ഒരു വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷൻ അവിടം തൊട്ടാണ് എനിക്ക് തോന്നിയത്. അതുവരെ ഉള്ളത് പുള്ളിക്കാരൻ ആ ചെയ്യുന്നതൊക്കെ ഓക്കെ, എന്തായാലും ബിഗ് ബോസ് ഈ അനീഷിനെ വീട്ടുകാരെ കാണിച്ചിട്ടൊക്കെ വിടത്തോള്, ആ ഒരു കോൺഫിഡൻസ് എന്തായാലും നമുക്ക് തോന്നും. പക്ഷെ അവർക്കതായിരിക്കത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും അങ്ങ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് എന്നുള്ളൊരു ഫീൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതെന്താ അനീഷ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്, അങ്ങനെ ഒരാളല്ലല്ലോ അനീഷ് എന്നൊരു തോന്നൽ വരും. അങ്ങനെ അവിടെ വിഷമിച്ച് അവിടെ തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പുറത്തു പോകാതെ വിഷമിച്ചിരുന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞുണ്ട് വേണമെങ്കിൽ അമ്മയ്ക്കും അബീഷിനും കൂടെ അനീഷിന്റെ അടുത്തേക്ക് പോകാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. അങ്ങനെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരെ അനുമോളും നെവിനും എല്ലാം കൂടെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആക്ടിവിറ്റി റൂമിലേക്ക് അനീഷിന്റെ അടുത്തേക്ക് അമ്മയ്ക്കും അബീഷിനും പോകാൻ പറ്റി. അവരങ്ങോട്ട് ചെന്ന ഉടനെ സത്യം പറഞ്ഞാൽ ആ തറയിൽ ഇരുന്ന അനീഷ് മലന്നങ്ങ് വീഴുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് കാരണം അവസാനമാണ് പറയുന്നത്. നമ്മളൊക്കെ ആലോചിക്കുക, നിങ്ങൾ ആലോചിച്ചോ ആ സമയത്ത് അനീഷിന് ഇത്രയേ ഉള്ളോ, അനീഷ് ഇമോഷണലി ഇത്രയ്ക്കേ ഉള്ളോ എന്ന് ഞാനും ചിന്തിച്ചു.
പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പുറമേ നിന്ന് പെട്ടെന്ന് കാണുന്നതല്ല ഓരോ വിഷയത്തിലും അതിൻ്റെതായ ഒരു സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കുറച്ചും കൂടെ ചോദിച്ചറിയുമ്പോഴായിരിക്കും. അങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് അനീഷും അതുപോലെ വീട്ടുകാരും എല്ലാം വന്ന സമയത്ത് അനീഷ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ താൻ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോയല്ല. ഞാനത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് അനീഷിന്റെ മാരേജിന് എടുത്ത ഫോട്ടോയാണ്, വേറൊരു ഗ്രൂപ്പ് ഫോട്ടോ ഇവർക്ക് കിട്ടിയില്ലേ, എന്തിനാണോ എന്തോ ആ ഫോട്ടോ എടുത്ത് കൊടുത്തത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഡിവോഴ്സിന് ശേഷം ആ ഒരു ഫോട്ടോ, ആ ഒരു സമയത്തെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും അത് അനീഷിനുണ്ടാക്കിയ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ വീണ്ടും കാണാൻ അനീഷ് ആഗ്രഹിക്കുന്നില്ല. അതായത് ആ വിവാഹമോചനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓർമ്മകൾ അനീഷിലേക്ക് വരാൻ തുടങ്ങി ആ സമയത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകാൻ പറ്റും എന്നുള്ളത് അറിയില്ല എന്നിങ്ങനെ അനീഷ് അവിടെ എല്ലാവരുടെ പറയുകയാണ്, സഹമത്സരാർത്ഥികളടുത്ത് പറയുകയാണ്. അപ്പോൾ അത് എല്ലാവരും തന്നെ പറയുന്നുണ്ടോ, പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത പോലെ ഞങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പലരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നൂറയാന്ന് തോന്നുന്നു പറഞ്ഞത്, ആര്യനും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അനീഷ് പറയുന്നത് വെച്ചാൽ, അമ്മ എന്നെ കാണാനായിട്ട് ഇവിടേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അമ്മ വരും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല, അമ്മ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് അമ്മ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതും എൻ്റെ, പിന്നെ അത് ഞാൻ ഓർത്തു, അങ്ങനെ ഓർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആ ഒരു അവസ്ഥ എന്താണ് സത്യത്തിൽ താൻ കടന്നുപോയ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അത് കാര്യമില്ല, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ടാസ്ക് അല്ലേ, നിനക്ക് വേറെ പ്രത്യേകിച്ച് അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ, വെള്ളം കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അനീഷ് പറയുന്ന പോലെ ഒരു കൃഷി ഗ്രാമം, കുഗ്രാമം എന്നൊക്കെ പറയുന്ന ആ ഒരു നാട്ടിൻപുറം ഒരു ഗ്രാമം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരുന്നു അനീഷിന്റെ പേരൻസ്, മീൻസ് അനീഷിന്റെ അമ്മ വന്നപ്പോൾ ഉള്ള ഒരു ഫീല്. പിന്നെ അബീഷിനെ കുറിച്ച് ഇവിടെ പറയുമ്പോഴത്തേക്ക് അബീഷ് കുറച്ചുകൂടെ ഒക്കെ ഹീറോ ലെവലാണ് കേട്ടോ. അതായത് ആര്യന് അബീഷിനെ മുന്നേ തന്നെ പറഞ്ഞപ്പോൾ തന്നെ അറിയാമായിരുന്നു, അബീഷും ആര്യനും എന്തൊക്കെയോ ഗെയിം കളിച്ചിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സോ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻ പുറത്തുകാരൻ തന്നെയാണ്, ആ അമ്മയും അതുപോലെയാണ്. അബീഷ് പക്ഷേ കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു യോയോ ബോയ് ഒക്കെ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഷാനവാസിന്റെ മകള് കൊണ്ടുവന്നിട്ട് ഈ അനീഷേട്ടന് ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു ബൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അതൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും അനീഷ് അവിടെ എല്ലായിടത്തും പറയുന്നുണ്ട്, ശരിക്കും സ്നേഹം കൂടുതലുള്ള ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഒരു, അവിടെയാണ് ഞാൻ തോറ്റു പോകുന്നത് എന്നുള്ളൊരു മീനിങ്ങിൽ അനീഷ് അത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോടന്നൂരിലെ ആ ഒരു മഞ്ഞ പെയിന്റ് അടിച്ച വീടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ അത് മഞ്ഞ പെയിന്റ് അടിച്ച വീടല്ല എന്നാണ് അമ്മ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ബിഗ് ബോസിനകത്തുനിന്ന് ഈ അബീഷ് പുറത്തു വരുമ്പോഴോ അല്ലെങ്കിൽ അനീഷേട്ടൻ പുറത്തു വരുമ്പോഴോ ഈ മഞ്ഞ പെയിന്റ് അടിച്ച വീടല്ലേ, അപ്പൊ പിന്നെ പെയിന്റിന്റെ കളർ മാറ്റിയോ? ബിഗ് ബോസിൽ വന്നിട്ട് അനീഷ് ഈ പറയുന്ന കോടന്നൂരിൽ വലത്തോട്ട് തിരിഞ്ഞാൽ ആദ്യത്തെ മഞ്ഞ പെയിന്റ് അടിച്ച വീട് എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീടിന്റെ പെയിന്റ് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ശരി, അതൊക്കെ അമ്മ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ആ ടാസ്ക് കഴിഞ്ഞു, അടിപൊളിയായിട്ട് ആ ടാസ്ക് അനീഷ് കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി ഒരു ഫാമിലി വീക്കിൽ പേരൻസ് വരുമ്പോൾ അതുപോലും ഒരു വലിയ ഒരു സീനാക്കി മാറ്റി ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതിൽ അനീഷ് സക്സസ് ആണ്. പക്ഷെ ഇനി അങ്ങോട്ട് വരുന്നവർക്ക് ആ ഒരു സക്സസ് ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് കാര്യം ഷാനവാസിനും അനീഷിനുമാണ് ആ ഒരു ഫസ്റ്റ് ഫാമിലിയെ കാണാൻ പറ്റിയ, ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് അനീഷിന് അത്ര ഇമോഷൻ വന്നത്. ബാക്കിയൊക്കെ ആരൊക്കെ വരുമെന്ന് ഇനി അങ്ങോട്ട് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ടാസ്ക് വരും, അപ്പോഴായിരിക്കും ഫാമിലി വരുന്നത്, അപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, അവരിങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ശരി, നല്ലൊരു മൊമെന്റ് കണ്ടു തീർക്കാൻ പറ്റി. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.